കേനൂസിന്റെ വാരാന്ത്യ മാധ്യമ വിശകലന പരിപാടിയായ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. ട്രോളി ബാഗ് വിവാദത്തിൽ ഇപ്പോഴും പാലക്കാട് CPM-ൽ രണ്ട് അഭിപ്രായം. നീല ട്രോളി ബാഗിൽ UDF സ്ഥാനാർത്ഥി കുഴൽപ്പണം കടത്തിയെന്ന വാദത്തിൽ ഉറച്ച് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഒരു ഭാഗത്ത്, ട്രോളി ബാഗ് വിവാദം ട്രാപ്പാണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് മറുഭാഗത്ത്. ഒന്നുകൂടെ പറഞ്ഞേ. അതായത് കുഴൽപ്പണം കടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി, അതൊരു ട്രാപ്പായിരുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം. വല്ലാത്തൊരു ട്രാപ്പ് തന്നെ. ജനകീയ വിഷയങ്ങളും വികസന പ്രശ്നവുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്നും കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടെത്തട്ടെ എന്നുമാണ് കൃഷ്ണദാസൻ പറഞ്ഞത്. പൊന്നാരന്റെ കൃഷ്ണദാസേട്ടോ, വികസനം ചർച്ച ചെയ്താൽ രണ്ടാം തവണ, അതായത് ഒരു 5-8 കൊല്ലായിട്ട് കേരളം ഭരിക്കുന്ന CPM-ഉം 10 കൊല്ലം ഭരിച്ച BJP-യും ഓടി തടിയെടുക്കേണ്ടി വരില്ലേ? അതെന്താന്നോ, നമ്മുടെ ഭരണത്തിൽ പാലക്കാട്ടുകാരുടെ നെല്ല് സംഭരിച്ച് മര്യാദക്കോലെ പൈസ പോലും സമയത്തെണ്ണിക്കൊടുക്കാത്തോലല്ലേ? റോഡ് ശരിയാക്കി കൊടുത്തോ? ഇല്ല. കുടിവെള്ളം ശരിയാക്കി കൊടുത്തോ? ഇല്ല. അതുകൊണ്ടല്ലേ വികസന കാര്യത്തെ പറ്റി ഇമ്മക്കാർക്കും ഉണ്ടാൻ വയ്യാത്തതും നമ്മൾ തൃശ്ശൂർ പൂരം കലക്കിയ പോലെ ഇങ്ങനെ വേറെ ചില കോപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി അത് ചർച്ചയാക്കുന്നതും. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ വണ്ടിയും വലി ഉണ്ടാക്കണേ? നീലപ്പെട്ടി ചർച്ച ചെയ്യാൻ വന്നവർ തന്നെ പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയേണ്ടി വന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നതെന്നും ഇടതനും BJP-യും സ്വയം പരിഹാസരായി നിൽക്കുകയാണെന്നും സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അപ്രധാനമായ കാര്യങ്ങൾ CPM കൊണ്ടുവരുന്നതെന്നും VD സതീശൻ. CPM കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നും മന്ത്രി MB രാജേഷ് ഒരുക്കിയ തിരക്കഥയായിരുന്നു പാതിരാ നാടകമെന്ന് എല്ലാവർക്കും ബോധ്യമായെന്നുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശന്റെ പക്ഷം. പക്ഷെ പാലക്കാട്ടെ പാതിരാ റെയ്ഡിലും കള്ളപ്പണ വിവാദത്തിലും പോലീസ് മൗനം വെടിഞ്ഞു. സതീശേട്ടാ, അറിഞ്ഞില്ലേ നിങ്ങള്? അതിപ്പെന്നേ CPM ജില്ലാ സെക്രട്ടറി SP-ക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും തനിക്ക് ലഭിച്ച പരാതി കലക്ടർ കൈമാറിയിട്ടും ഇതുവരെ തുടർ നടപടിക്ക് വകുപ്പില്ലെന്ന നിലപാടിലായിരുന്ന പോലീസ് അവസാനം പെട്ടിയില് എന്തായിരുന്നു എന്ന് രാഹുലിനോട് തന്നെ ഒന്ന് കാര്യമായിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു അത്രേ. യൂണിഫോം പോയിട്ട് മര്യാദയ്ക്ക് തുണി പോലും ഉടുക്കാതെ, കേട്ട പാതി കേൾക്കാത്ത പാതി, പോലീസ് വനിതാ പോലീസ് ഇല്ലാതെ, ID കാർഡ് ഇല്ലാതെ ഹോട്ടലിൽ പാഞ്ഞെത്തി വനിതാ നേതാക്കളുടെ ബാഗിൽ അന്ന് രാത്രി കൈയിട്ട് വാരി അക്കിടി പറ്റിയ പോലീസ് മാങ്കൂട്ടത്തിലിന്റെ ബാഗിൽ എന്തായാലും കൈയിട്ട് വഷളാകാൻ നിൽക്കുന്ന് ഈ മാപ്രയ്ക്ക് തോന്നണില്ല. ഓല് ചോദിച്ചു നോക്കും, എന്തിനേനു രാഹുലേ അന്റെ ബാഗില് എന്ന്. എന്റെ ബാഗില് സൗസറും സെഡിയും പിന്നെ സേവിങ് സെറ്റും പിന്നെ മതി 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 മതി. ഇതല്ലേ ഇനി നടക്കാൻ പോണത്? ഉണ്ടാക്കിയ ബോംബ് പണ്ടത്തെ കാഫർ ബോംബ് പോലെ സ്വന്തം മടിയിലിരുന്ന് പൊട്ടാതെ ഒരുവിധം പാർട്ടി രക്ഷപ്പെട്ടൂന്ന് കരുതിയപ്പോഴേക്ക് അതാ വരുന്നു പത്തനംതിട്ടയിലെ CPM-ന്റെ മുഖപുസ്തകത്തിൽ മാങ്കൂട്ടത്തിലെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. ഇനി അതുകൂടി അന്വേഷിക്കേണ്ടേ നമ്മളെ കേരള പോലീസ്? വല്ലാത്തൊരടങ്ങാറ് എന്നെ പോലീസിന്. എന്തായാലും ബൂത്ത് തലത്തിൽ ഇക്കുറി കോൺഗ്രസുകാർക്ക് ചിലവ് കാശ് പോലും കിട്ടില്ലത്രേ. അതെന്താ? വിതരണം ചെയ്യാനുള്ള പൈസ കൊണ്ടുവരാൻ ഇടതിന്റെ പോലീസ് സമ്മതിക്കുന്നില്ല എന്ന് ഓൽക്ക് പറയാലോ. പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യാനാ? അപ്പൊ അതങ്ങനെ സ്വാഹ. ഏതായാലും പാലക്കാട്ടെ ഇലക്ഷൻ നീട്ടിയത് നന്നായി എന്നാണ് മാപ്രയുടെ പക്ഷം. വയനാട്ടിലെയും ചേലക്കരയിലേതും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി റിസൾട്ട് അറിയുന്നതുവരെ മാപ്രകൾ വെറുതെ ചൊറിയും കുത്തി ഇരിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ പിന്നെ നീട്ടിയത് നന്നായി. നമുക്ക് കുറച്ച് ദിവസം കൂടി ട്രോളി ബാഗ് മാതിരിയുള്ള ബോംബുകൾ ഉണ്ടാക്കി ഇനിയും പൊട്ടിക്കാലോ. PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി. ഓളെ സ്വീകരിക്കാൻ കണ്ണൂരിലെ പാർട്ടിയുടെ തലമുതിർന്ന സകലമാന ഏട്ടത്തിയമ്മമാരും ജയിലിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തി. അപ്പൊ നമ്മുടെ പാർട്ടി ആരുടെ കൂടെയാ സഖാവേ? അത് മരിച്ച ADM-ന്റെ വിധവയോടൊപ്പം. അപ്പൊ പാർട്ടി സെക്രട്ടറിന്റെ ഭാര്യ അടക്കം ജയിലിൽ ചെന്ന് ദിവ്യനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നതോ? അത് പിന്നെ ഓലൊക്കെ ഓള ബന്ധുക്കളാണ്.
അപ്പൊ ഓള് നല്ല ബന്ധുബലമുള്ള ആളാണല്ലേ സഖാവേ? പിന്നല്ലാണ്ട്. കുഴപ്പമില്ല, ഓക്കെ സഖാവേ. പക്ഷെ ഇതുവരെ നടന്നതൊക്കെ കാണുമ്പോ ചെറിയ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. പക്ഷെ ചോദ്യങ്ങളൊന്നും ഒരു ശീലാക്കണ്ടേ? അതെ, അപ്പൊ നമ്മുടെ പാർട്ടി പിന്നെ എന്ത് കാര്യത്തിനാന്നാവോ ADM നവീന്റെ കുടുംബത്തിന്റെ കൂടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടണ മാതിരി പറയണത്? അത് പിന്നെ പാർട്ടി ആകുമ്പം അനക്ക് ഈ പാർട്ടിനെ കുറിച്ച് ഒരു ചുക്കുമറിയില്ല. കടക്ക് പുറത്ത് കുലംകുത്തി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്ന് ജയിൽ മോചിതയായ PP ദിവ്യ. സതുദ്ദേശപരമായിരുന്നു അത്രേ ആ യാത്രയപ്പ് യോഗത്തിൽ ഓളുടെ ഇടപെടല്. മാത്രമല്ല അക്കാര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ദിവ്യേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ADMന്റെ മരണകാരണം എന്തേക്കാരമെന്ന് നമ്മുടെ ജയരാജേട്ടനോട് തന്നെ ഒന്നാണ് ചോദിക്കാം. സഖാവേ, ADM എങ്ങനെയാ മരിച്ചേ? എന്തിനാ മരിച്ചേ? അതിപ്പോ ADM കൈക്കൂലി വാങ്ങിയെന്നും മൂപ്പര് കൈക്കൂലി വാങ്ങില്ലെന്നും രണ്ട് അഭിപ്രായമുണ്ട്. അന്വേഷണം നടക്കട്ടടോ, എന്നിട്ട് പറയാം. അതായത് സഖാവേ, നമ്മുടെ ചൈനേന്റേതെന്നും നമ്മുടെ ഇന്ത്യന്റേതെന്നുമുള്ള നമ്മുടെ ആ പഴയ സിദ്ധാന്തല്ലേ ജയരാജേട്ടാ? സുംബനെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവനാണെന്നാണ് അർത്ഥമെന്ന് ജഡ്ജി ഏമാനെ പറ്റി പറഞ്ഞവനാണല്ലോ ഏട്ടൻ. അപ്പൊ പിന്നെ ഏട്ടൻ എന്തും പറയാം. ഈ ജയരാജേട്ടന്മാരുടെ ഒരു ബുദ്ധിയെ. എന്തായാലും കൊന്നാ പാപം തിന്നാ തീരുന്നാണല്ലോ. മാന്യനെന്നോ കൈക്കൂലി വാങ്ങാത്തോനെന്നോ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഒരുത്തനും ഞെളിയണ്ട. മരിച്ചാലും മോനെ നമുക്ക് എങ്ങനെയാലും നാറ്റിക്കണം ദേവിയെ, ദിവ്യേ. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴിയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്ന് K. സുരേന്ദ്രൻ G. ADM നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് കളക്ടർ കള്ള മൊഴി നൽകിയത് കൊണ്ടാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതെന്നും പാർട്ടി തന്നെയാണ് ദിവ്യയെ സംരക്ഷിച്ചതെന്നും സർക്കാർ അഭിഭാഷകന്റെ സഹായം ദിവ്യയ്ക്ക് ലഭിച്ചുവെന്നും സുരേന്ദ്രൻ G. ആരോപിച്ചു. CPM നേതാവായ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ഒത്തുകളി മൂലമെന്ന് V. മുരളീധരൻ G.യും അതിനിടയിൽ മന്ത്രി ബിന്ദു സഖാവും ഓടിയെത്തിയിട്ടോ. ആരപ്പ? മന്ത്രി ബിന്ദു മാഡം ശരിക്കും ദിവ്യന്റെ ഒപ്പാണ്. നന്നായി. എന്തേപ്പോള് പറഞ്ഞത്? PP ദിവ്യ ചെറുപ്പം മുതൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്നയാളാണെന്നാണ് മന്ത്രി ബിന്ദു വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആണല്ലോ. അതിനിപ്പോ എന്തേ അനക്ക്? ദൈവങ്ങളെ, ഇമാതിരി പ്രവർത്തനം ചെറുപ്പം മുതലേ ദിവ്യ നടത്തിയെങ്കിൽ എനക്ക് പറയാനുള്ളത് നമ്മുടെ കണ്ണൂരുകാരെ സഹനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്ത് ആദരിക്കണമെന്ന് മാത്രമാണ്. ചൂരൽമല ഉരുളുപൊട്ടൽ ദുരന്തബാധിതർക്ക് നൽകിയ അരിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്നുള്ള വിവാദങ്ങൾക്കിടെ കിറ്റ് വിതരണം നിർത്തിവെക്കാൻ വയനാട് കലക്ടർ മേപ്പാടി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഭക്ഷ്യവിഷബാധ അടക്കമുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് പഴകിപ്പൂത്തതും പുഴുവരിച്ചതുമായ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തുവെന്നാരോപിച്ച് വിവാദങ്ങളും സമരങ്ങളും വാദപ്രതിവാദങ്ങളും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് കലക്ടറുടെ ഈ നടപടി. ഇതിപ്പോ ഈ പുഴുത്തെ അരി പ്രിയങ്ക കൊണ്ടുപോയി കൊടുത്തതാണോ? അല്ല. നവ്യ ഹരിദാസ് കൊണ്ടുപോയി കൊടുത്തതാണോ? അല്ല. സത്യേട്ടൻ കൊണ്ടുപോയി കൊടുത്തതാണോ? അല്ല. എന്നപ്പോ ഉറപ്പ്. അപ്പൊ പിന്നെ അത് വിതരണം ചെയ്തവനെ അന്നം തിന്നുന്നവനും മനസ്സിലാക്കി കാണും. എന്തായാലും ഐറ്റന്റെ കഞ്ഞുകൂടി മുട്ടിച്ചു നിങ്ങളൊക്കെ കൂടി. അത്ര തന്നെ. ആ പാവങ്ങളോട് ഇത് മാണ്ടിയിരുന്നില്ലട്ടോ സാറന്മാരെ. കോൺഗ്രസ് BJP ഡീൽ ആരോപണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേമത്തും തൃശ്ശൂരിലും BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ഡീലിന്റെ ഭാഗമായിരുന്നു എന്നും പിണറായി പറഞ്ഞു. തൃശ്ശൂരിലൂടെ ലോക്സഭയിലേക്ക് BJPക്ക് അക്കൗണ്ട് തുറക്കാനായെന്നും. എങ്ങനെ BJP കോൺഗ്രസ് മാനസിക ഐക്യം അത്രത്തോളമാണെന്നും ഇരുവരുടെയും പ്രധാന ശത്രു LDF ആണെന്നുമാണ് പിണറായി സഖാവ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണോ മൂപ്പര് ചേലക്കരയിൽ വന്നിങ്ങനെ തമ്പടിച്ച് കൂടിയിരിക്കുന്നത്? അന്തർധാര സജീവമാണെങ്കിൽ പിന്നെന്താ ഇതൊരു മുൻകൂർ ജാമ്യമാവുമോ?
ഒറ്റ ചോദ്യം, സത്യത്തില് നമ്മളെ തൃശ്ശൂർ പൂരം കലങ്ങിയായിരുന്നോ സഖാവേ? ചേലക്കരയിലും അമ്പലവും പൂരവും ഒക്കെ ഉള്ളതാണേ, അതുകൊണ്ട് വെറുതെ ചോദിച്ചതാ. വകുപ്പിലെ വിവാദ പ്രസ്താവനയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ ഒരു പരാതി. വയനാട്ടിലെ കമ്പളക്കാട്ട് നടത്തിയ പ്രസംഗത്തിൽ വർഗീയ പരാമർശമുണ്ടെന്ന പരാതി കോൺഗ്രസ് നേതാവാണ് നൽകിയിരിക്കുന്നത്. വഖഫ് വിഷയവുമായി സംസാരിക്കുന്നതിനിടെ 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതമെന്നും ആ കിരാതത്തെ ഒതുക്കിയിരിക്കുമെന്നുമായിരുന്നു സുരേഷ് ജിയുടെ പരാമർശം. ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലും താമര വിജയിച്ച് BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു തന്നാൽ ഓലെയൊക്കെ കേന്ദ്രമന്ത്രിയാക്കി തരാമെന്നും മൂപ്പര് പ്രചരണത്തിന് ചെന്നയിടത്തൊക്കെ വിളിച്ചു കൂന്നുണ്ട്. അതിന്റെ ഇടയില് നമ്മളെ കേന്ദ്രം ഓനോട് എന്തോ പറഞ്ഞു എന്ന് കേൾക്കണ്. ഓന്റെ സിനിമാ കളി എന്നെ നിർത്തിക്കോണെന്നാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവങ്ങളുടെ ചിഹ്നം കാട്ടി വോട്ട് പിടിച്ചതിന് മൂപ്പരോട് കോടതിയും എന്തോ വിശദീകരണം ചോദിച്ചിട്ടില്ലേ? അത് ചിലപ്പോ വിവരമറിയും. ഒത്ത പുല്ലേന്ന് പറഞ്ഞ് സിനിമ മാത്രം കളിച്ച് വലിയ താമസമില്ലാതെ മൂപ്പർക്ക് വീട്ടിലിരിക്കാന്നാണ് ഈ മാപ്രയ്ക്ക് തോന്നണത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് IASനെതിരെ N. പ്രശാന്ത് IASന്റെ പരസ്യ പ്രതികരണം ശക്തമായതിനെതിരെ നടപടി വരുന്നു. ഓണക്കിറ്റിൽ ഫ്രീ കിട്ടിയതല്ല IAS എന്നും തന്റെ കരിയർ തീർക്കാൻ മാത്രം ആരും കേരളത്തിൽ ഇല്ലെന്നുമാണ് N. പ്രശാന്ത് ഏറ്റവും ഒടുവിലായി FBയിൽ കുറിച്ചത്. മാത്രമല്ല, വേറെ ഉണ്ട് IASകാര്. മല്ലു ഹിന്ദു ഗ്രൂപ്പ്, മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മാണ വിവാദത്തിൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് DGP. വ്യവസായ വകുപ്പ് ഡയറക്ടർ K. ഗോപാലകൃഷ്ണന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടത്രേ. ചീഫ് സെക്രട്ടറി ഗോപാലകൃഷ്ണനോട് വിശദീകരണം തേടും പോലും. ഇതിന് പിന്നാലെ ഗോപാലകൃഷ്ണനെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ടത്രേ. എന്തൊക്കെയാണ് നടക്കുന്നത് ഈ IAS ഏമാന്മാരുടെ കൂടാരത്തിൽ? അത് പിന്നെ മാഷ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തു എന്നൊരു ചൊല്ലില്ലേ? ഭരണ പാർട്ടിന്റെ ആൾക്കാർ പണ്ട് വടകരയില് കാബർ സ്ക്രീൻഷോട്ട് ഇറക്കി കളിച്ചേലും വലുതൊന്നും അല്ലല്ലോ ഈ മല്ലു ഗ്രൂപ്പുകള്. സീപ്ലെയിൻ പദ്ധതി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സീപ്ലെയിൻ പദ്ധതി അട്ടിമറിച്ച CPM അതേ പദ്ധതി നടപ്പാക്കുമ്പോൾ 11 വർഷവും അക്കാലത്തെ 14 കോടി രൂപയും നഷ്ടപ്പെടുത്തിയതിന് മാപ്പെന്നൊരു വാക്കെങ്കിലും മുഖ്യമന്ത്രി പറയണമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. രാജ്യത്തെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി 2013 ജൂണിലല്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി കൊല്ലം അഷ്ടമുടിക്കായലിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്? അന്ന് CPM മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിമാനം ആലപ്പുഴയിൽ ഇറക്കാൻ പോലും സമ്മതിച്ചില്ലാലോ. അങ്ങനെ ഇതിനൊക്കെ മാപ്പ് പറയാൻ നിന്നാൽ ഇടതന്മാര് കുറേയേറെ മാപ്പ് പറയേണ്ടി വരൂലേ? UDF നടത്താൻ നോക്കിയപ്പോൾ LDF എതിര് നിൽക്കാത്തത് എന്തായിരുന്നു എന്നൊന്ന് നോക്കിക്കാണി. കമ്പ്യൂട്ടർ, ട്രാക്ടർ, സ്വാശ്രയ കോളേജ്, വിമാനത്താവളങ്ങള്, വെള്ളത്തിലും കരയിലും ഓടുന്ന വിമാനം, അതൊക്കെ ഒന്നായി എതിർത്ത് സ്വീപ്പാക്കിയില്ലേ? പക്ഷെ പിന്നെ ഓരോന്നായി ഓല ഭരണം വരുമ്പോ ഓലിങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ മാപ്പും കോപ്പും ഒന്നും വേണ്ടല്ലേ സുധാകരേട്ടാ? പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇനിയാണേലും നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാര് തമ്മിത്തല്ലി ഓൽക്ക് തന്നെ അടുത്ത 3ാം ഭരണവും കൊടുക്കൂലോ? അല്ലാണ്ടേ അപ്പൊ പിന്നെ ഓല് ഭരിക്കട്ടെ, വിമാനം വെള്ളത്തിലൂടെ പറത്തട്ടെ, നിങ്ങൾ അടുത്ത പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി തല്ലിക്കോളേയും. സ്ത്രീകളെ അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പുരുഷ മേധാവിത്വത്തിന് ആവുമായിരുന്നെങ്കിൽ എങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ. സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ ഉന്നമനത്തിന് തടസ്സം നിൽക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വമാണ് എന്നൊരു പറച്ചിലുണ്ടെന്നും, എന്നാൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പുരുഷ മേധാവിത്വമൊന്നും ഒരു തടസ്സമാവില്ലെന്നുമാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഭോജരാജാവായ തമ്പുരാനെ, ആ പെമ്പറന്നോരെങ്ങാനും പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ ആകാൻ സ്വപ്നം കണ്ടു തുടങ്ങിയോന്നാവോ ഇപ്പം മാപ്പറയ്ക്ക് ചെറിയൊരു സംശയം. എന്തായാല് അതിന് പുരുഷന്റെ മേധാവിത്വം നിർമ്മലേച്ചിക്ക് പ്രശ്നമല്ലല്ലോ. എങ്കിൽ പിന്നെ വൈകാതെ മോഡിജി കട്ടപ്പോക. ഇത്രയൊക്കെ പറഞ്ഞപ്പോ അതിൻ്റെ ഇടയിൽ എന്താ നിങ്ങൾ ചോദിച്ചത്?
മുരളിയേട്ടൻ വന്നതൊന്നും പറയാത്തത് എന്താണെന്നോ? അടുത്ത മാപ്രയിൽ വെട്ടിപ്പൊട്ടുന്നമാതിരി മുരളിയേട്ടൻ കടന്നു വരും. മാപ്ര മാർക്കറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബി-സ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബി-സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി-സ്മാർട്ട് അബാക്കസ് 9447164411.